ഹലോ, ഇന്നത്തെ ഈ കൗതുകകരമായ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ വല്ലാതെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയറില്ലേ, അതിനിന്ന് ഡീകോഡ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ സ്വഭാവം ചിലപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരോ അറിയാതെ കാണിക്കുന്നുണ്ടാകാം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. സ്വന്തം തെറ്റുകൾ ഒരിക്കലും, അതായത് ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്കൊരു പരാജയം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ പറയും അത് മറ്റുള്ളവരുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ എന്റെ സമയദോഷമാണ്, അതുമല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ തന്നെ കുഴപ്പമാണെന്ന്. ഇത് ഭയങ്കര പരിചിതമായൊരു ഡയലോഗല്ലേ? ശരി, നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത് ഇതൊരു അഹങ്കാരം മാത്രമാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. ഇത് വെറുമൊരു ഈഗോ പ്രശ്നമല്ല, മറിച്ച് ഒരാളുടെ വ്യക്തിപരമായ വളർച്ചയെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്ന വളരെ സീരിയസ് ആയ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണിത്. പോരാത്തതിന് ഇത് പലപ്പോഴും കുറഞ്ഞ ബുദ്ധിശക്തിയുമായി, അതായത് കുറഞ്ഞ ഐക്യുയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒന്നാണെന്നാണ് സൈക്കോളജി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഈ 5 കാര്യങ്ങളാണ്. 1. ഇതിന്റെ ലക്ഷണങ്ങൾ. 2. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. 3. ഡണ്ണിങ് ക്രൂഗർ കെണി. 4. വികാരങ്ങളും വഴക്കമില്ലായ്മയും. അവസാനമായി റിമോട്ട് എങ്ങനെ തിരികെയെടുക്കാം എന്നതും. നിരന്തരമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിനു പിന്നിലെ ഈ മനഃശാസ്ത്രപരമായ തൂണുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് കൃത്യമായി നോക്കാം. ഒന്നാമത്തെ ഭാഗം ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ നിയന്ത്രണത്തിന്റെ മിഥ്യാധാരണ. മറ്റുള്ളവരെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ ബേസിക് മെന്റാലിറ്റി എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്നുവെച്ചാൽ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊന്നും തനിക്കൊരു കൺട്രോളും ഇല്ല എന്നൊരു തോന്നല്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം അവർക്ക് ചുറ്റും വെറുതെ അന്ന് സംഭവിക്കുകയാണ്. പുറത്തുള്ള ഏതോ ചില കാര്യങ്ങളാണ് തങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നതെന്ന് അവർ 100% വിശ്വസിക്കുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം തെറ്റുകളുടെ ഉത്തരവാദിത്തം ഇവർ ഒരിക്കലും ഏറ്റെടുക്കില്ല. സ്വന്തമായി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാണ് യഥാർത്ഥ പരിഹാരങ്ങളുണ്ടാകുന്നത്? എന്തിനും ഏതിനും ഭാഗ്യത്തെയോ അല്ലെങ്കിൽ ചുറ്റുപാടുകളെയോ കുറ്റം പറയുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ റിയലായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ഇവർക്കൊരിക്കലും കഴിയില്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയവും. ഇനി നമുക്ക് രണ്ടാമത്തെ ആശയത്തിലേക്ക് വരാം. ഡണ്ണിങ് ക്രൂഗർ കെണി, അഥവാ സ്വന്തം പോരായ്മകൾ കാണാൻ കഴിയാത്ത അവസ്ഥ. ഈ സ്ലൈഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകൾ അവരുടെ സ്വന്തം കഴിവുകളെ എങ്ങനെയാണ് കാണുന്നതെന്നതാണ്. സൈക്കോളജിയിൽ ഇതിനെ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്നുമറിയാത്തവർ തങ്ങൾക്കെല്ലാം അറിയാമെന്ന് അമിതമായി വിശ്വസിക്കുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ തങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള അറിവ് ഇവർക്കില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ട്രാജഡി. സ്വന്തം തെറ്റുകൾ കാണാൻ ഈയൊരു മാനസികാവസ്ഥ അവരെ ഒട്ടും അനുവദിക്കില്ല. അതുകൊണ്ടുതന്നെ എന്തെങ്കിലും ഒരു തെറ്റു പറ്റിയാൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതിനു പകരം അവരെന്ത് ചെയ്യും? വേഗം തന്നെ മറ്റുള്ളവരുടെ തലയിൽ ആ കുറ്റം വെച്ച് കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. കാരണം തെറ്റ് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഈഗോയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഈഗോയെ സംരക്ഷിക്കാൻ ഇവരെപ്പോഴും മറ്റുള്ളവരെ കരുവാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. വികാരങ്ങളും ചിന്തകളിലെ വഴക്കമില്ലായ്മയും, അഥവാ പ്രതികരിക്കുന്ന മനസ്സ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവർ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നും ഈ സങ്കീർണമായ ലോകത്തെ അവർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പുവർ ഇമോഷണൽ കൺട്രോൾ എന്ന അവസ്ഥയെക്കുറിച്ചാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവർക്കൊട്ടും കഴിയില്ല. താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഭയങ്കര ഇമ്പൾസീവായിട്ടായിരിക്കും ഇവർ പ്രതികരിക്കുന്നത്. പെട്ടെന്ന് പ്രകോപിതരാവുക, ഭയങ്കരമായി ദേഷ്യപ്പെടുക, സ്വന്തം വികാരങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നിവർക്കൊരു പിടിയുമുണ്ടാകില്ല. ഇതൊന്ന് നോക്കേ, ഈ വ്യത്യാസം വളരെ വ്യക്തമാണ്. നല്ല ഐക്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്തു ചെയ്യും? അവർ ഒന്ന് പോസ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചതിനു ശേഷം മാത്രം പ്രതികരിക്കും. എന്നാൽ ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ യാതൊരു ചിന്തയുമില്ലാതെ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ മേൽച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിലേക്ക് നയിക്കുന്ന നാലാമത്തെ സൈക്കോളജിക്കൽ ടേം ഇതാണ്: കോഗ്നിറ്റീവ് റിജിഡിറ്റി, അല്ലെങ്കിൽ ചിന്തകളിലെ വഴക്കമില്ലായ്മ. നമ്മൾ ഈ ഫ്ലെക്സിബിൾ അല്ലാത്ത ആളുകൾ എന്ന് പറയില്ലേ, അതുതന്നെ. ഒരു പ്രശ്നത്തിന്റെ കോംപ്ലക്സിറ്റിയോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളോ മനസ്സിലാക്കാൻ ഇവരുടെ തലച്ചോറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തനിക്കൊരു തെറ്റു പറ്റിയിരിക്കാം എന്ന് ചിന്തിക്കാൻ പോലും ഇവർക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവരുടെ ചിന്താരീതിയെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിംഗ് എന്ന് വിളിക്കാം.
ഇവർ ലോകത്തെ കാണുന്നത് തന്നെ ഈ 2 അറ്റങ്ങളിലൂടെയാണ്. താൻ ചെയ്യുന്നത് 100% ശരി, ബാക്കിയുള്ളതെല്ലാം 100% തെറ്റ്. ഇങ്ങനെയൊരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഈ ബ്ലാക്കിനും വൈറ്റിനും ഇടയിലുള്ള ഗ്രേ ഏരിയകൾ അല്ലെങ്കിൽ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പരിഹാരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 4 പ്രധാന വില്ലന്മാരെ ഒന്നുകൂടി നോക്കാം. ഒരു വ്യക്തിയുടെ വളർച്ചയെ തടയുന്ന കാര്യങ്ങൾ ഇതാണ്: എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ്, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ, പിന്നെ കൊഗ്നിറ്റീവ് റിജിഡിറ്റി അഥവാ ചിന്തകളിലെ വഴക്കമില്ലായ്മ. ഈ 4 കാര്യങ്ങൾ മനസ്സിലൊന്ന് വെച്ചോളൂ. ഇതാണ് ആളുകളെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത്. സെക്ഷൻ 4 റിമോട്ട് തിരികെ എടുക്കൽ അഥവാ വളർച്ചയിലേക്കുള്ള വഴി. എങ്ങനെയുണ്ട ടൈറ്റില്? നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബ്ലെയിം ഗെയിം നിർത്തേണ്ടതെന്ന് ഈ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. ഇതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്ത് പവർഫുള്ളായൊരു ചിന്തയാണല്ലേ ഇത്! മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാരുമ്പോൾ നിങ്ങൾക്ക് ആ നിമിഷത്തിൽ ചെറിയൊരു ആശ്വാസം കിട്ടിയേക്കാം. പക്ഷെ ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ പരാജയത്തിന്റെ കാരണം മറ്റൊരാളാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ജീവിതം കൺട്രോൾ ചെയ്യാനുള്ള പവർ നിങ്ങൾ അവർക്ക് തന്നെയല്ലേ വിട്ടുകൊടുക്കുന്നത്? അപ്പോൾ ഈ കൺട്രോൾ എങ്ങനെ തിരികെടുക്കാം? വളരെ സിമ്പിളാണ്. 1. സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പൂർണ്ണമായും നിർത്തുക. 2. നിങ്ങളുടെ പ്രവൃത്തികളുടെയും തെറ്റുകളുടെയും 100% ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. 3. അതിലൂടെ യഥാർത്ഥ പരിഹാരങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓർക്കുക, നിങ്ങൾ എപ്പോഴാണോ സ്വന്തം തെറ്റുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, അന്നുമുതൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ച ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ഡീകോഡ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ റിമോട്ട് കൺട്രോൾ തിരികെ എടുക്കാൻ നിങ്ങൾ റെഡിയാണോ? മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ ഇത്തരം സൈക്കോളജിക്കൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ മികച്ചവരാക്കാൻ തീർച്ചയായും സഹായിക്കും. അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് നിർത്തി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങാം. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് വലിയൊരു ഉൾക്കാഴ്ച തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ മനുഷ്യ മനസ്സിനെ ഡീകോഡ് ചെയ്യുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.